എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം, അതായത് SSLCയുടെ റിസൾട്ട് നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ SSLCയുടെ പരീക്ഷാ ഫലം വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏകദേശം 3:30-4 മണിയോടെ, അതായത് 4 മണിയോടെ ആയിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അതായത് വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വെബ്സൈറ്റുകളിൽ വരിക. അപ്പോൾ 4 മണിക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോഴേക്കും കൃത്യമായിട്ട് നിങ്ങളുടെ റിസൾട്ട് എല്ലാവർക്കും കിട്ടും. കാരണം അങ്ങനെ ഇത്രയും സമയത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് 4 മണിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നിരവധി, അതായത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ റിസൾട്ട് പരിശോധിക്കാനായിട്ട് കയറും. അതായത് വിവിധ വെബ്സൈറ്റുകൾ ഉണ്ട് എങ്കിൽ കൂടി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ വെബ്സൈറ്റുകളിലും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഇത് നെറ്റ്വർക്ക് ട്രാഫിക് എന്ന് പറയും. അതായത് നിരവധി വിദ്യാർത്ഥികൾ ഒരേ സമയം സെയിം വെബ്സൈറ്റ് അല്ലെങ്കിൽ സെയിം വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രാഫിക് ഉണ്ടാവും, അത് നെറ്റ്വർക്കിൽ ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിരക്ക് കാരണം എല്ലാവർക്കും പേജ് ലോഡായിട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മണി 7 മണി ആകുന്ന സമയത്തേക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി A+ മുതൽ D+ വരെ കിട്ടുന്നതിനായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. കാരണം പല വിദ്യാർത്ഥികളും എനിക്ക് ഇത്ര മാർക്കേ കിട്ടുള്ളൂ, ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികൾ ഈ ഒരു SSLC പരീക്ഷയുടെ റിസൾട്ടിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട. കാരണം പല വിദ്യാർത്ഥികൾക്കും ഭയങ്കര ടെൻഷനായിരിക്കും, അതായത് മാർക്ക് കുറയുമോ അല്ലെങ്കിൽ തോൽക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. അപ്പോൾ ഈ ഒരു SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും സാധാരണഗതിയിൽ ജയിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തോൽക്കുമെന്ന പേടിയും വേണ്ട, അതുപോലെ മാർക്ക് കുറയുമെന്ന പേടിയും വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക്, നിങ്ങൾ ഇപ്പോൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, എന്നാൽ റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്കൊരു B ഗ്രേഡേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് ആവുന്നതാണ്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു റീവാലുവേഷനിൽ മാർക്ക് കൂടിയിട്ടുണ്ട്. മുമ്പ് ഏതോ ഒരു വിദ്യാർത്ഥിക്ക് D ഗ്രേഡ് ആയിരുന്നു ഏതോ ഒരു സബ്ജക്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു വിദ്യാർത്ഥിക്ക് A+ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി റീവാലുവേഷന് കൊടുത്ത സമയത്ത് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ട് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് A+ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറയുമെന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇനി A+ മുതൽ D+ വരെ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് നോക്കാം. അതുപോലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, SSLC എന്ന് പറയുന്നത് ഒരു പൊതുപരീക്ഷയാണ്. അത് വിചാരിച്ച് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഇനി വരുന്ന പൊതുപരീക്ഷ എന്ന് പറയുന്നത് +2 പരീക്ഷകളൊക്കെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇതിലും വലിയ ടെൻഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു സാധാരണ ഒരു പരീക്ഷയായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു A+ മുതൽ D+ വരെ കിട്ടാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ നേടണം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, SSLCയുടെ റിസൾട്ട് വരുന്നത് 50 മാർക്കിലും അതുപോലെ തന്നെ 100 മാർക്കിലുമാണ് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൽ വരിക മാർക്കല്ല, ഗ്രേഡ് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രേഡിൻ്റെ ആ ഒരു ലഭിക്കാനുള്ള ഈ ഒരു മാർക്കിൻ്റെ റേഞ്ചാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 10 മാർക്ക് CE ഉണ്ട്. അങ്ങനെ ടോട്ടൽ 50ലാണ് മാർക്ക് വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE കിട്ടും. അങ്ങനെ ഈ ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങളൊരു 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 15 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾക്കൊരു D+ ഗ്രേഡ് കിട്ടുക. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 20 മാർക്ക് CE ഉണ്ട്. അപ്പോൾ ടോട്ടൽ 100ലാണ് വരിക. അപ്പോൾ ഇങ്ങനെ 100ൽ വരുന്ന സമയത്ത് 20 മാർക്ക് CE ഫുള്ള് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 80 മാർക്കിൽ ഒരു 10 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 മാർക്ക് കിട്ടി. 30 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് D+ ഗ്രേഡായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ ഈ ഒരു ടാബിൾ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് പ്രത്യേകിച്ച് ഇവിടെ Dയും Eയും അതിൻ്റെ മാർക്ക് ഡീറ്റെയിൽസും ഒക്കെ ചുവപ്പ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ Dയും Eയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കും എന്നാണ്. അതായത് ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആയതായിട്ട് നിങ്ങൾ കണക്കാക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ജയിക്കാൻ വേണ്ട കുറഞ്ഞ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അതായത് ഈ ഒരു A+ മുതൽ നിങ്ങൾക്ക് ഈ ഒരു D+ വരെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. ഇതിലേത് ഗ്രേഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ജയിക്കും. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു DO അല്ലെങ്കിൽ EO ആണ് കിട്ടുന്നത് ഏതെങ്കിലും സബ്ജക്റ്റിനെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോൽക്കുന്നതാണ്. അങ്ങനെ തോൽക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SSLCയുടെ പരീക്ഷ എഴുതി ജയിക്കാനുള്ള അവസരം ഉണ്ട്. അതിൻ്റെ പരീക്ഷ ജൂൺ മാസത്തിലാണ് നടക്കുക. അപേക്ഷ SSLC റിസൾട്ട് വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപേക്ഷ ആരംഭിക്കും. നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ വിദ്യാർത്ഥികൾ നൽകേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
എ പ്ലസ് കിട്ടാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ആകെ പരീക്ഷയുടെ മാർക്കും അതുപോലെ തന്നെ CE മാർക്കും ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത്, അതായത് 50-ൽ നിങ്ങൾക്ക് 45 മാർക്കാണ് ഈ ഒരു എ പ്ലസ് കിട്ടാനായിട്ട് വേണ്ടത്. അതായത് ഈ ഒരു 45 മുതൽ 50 വരെ കിട്ടിയാൽ എ പ്ലസ് കിട്ടും. 40 മാർക്കിൻ്റെ പരീക്ഷയുടെ അത് 40 മാർക്കുള്ള സബ്ജക്റ്റിൽ. അതുപോലെ തന്നെ 40 മുതൽ 44 വരെ കിട്ടിയാൽ എ ഗ്രേഡ്, 35 മുതൽ 39 വരെ കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡ്, അതുപോലെ 30 മുതൽ 34 വരെ കിട്ടിയാൽ ബി ഗ്രേഡ്, 25 മുതൽ 29 വരെ കിട്ടിയാൽ നിങ്ങൾക്ക് സി പ്ലസ് ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 20 മുതൽ 24 വരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി ഗ്രേഡ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡാണ് ഏറ്റവും കുറവ് വേണ്ടത്. അപ്പോൾ ഈ ഒരു 15 എന്ന് പറയുമ്പോൾ അതിൽ CE മാർക്ക് 10 ഉൾപ്പെടെ 5 മാർക്ക് നിങ്ങൾ പരീക്ഷയിൽ കിട്ടിയ മാർക്ക്, ടോട്ടൽ 15 മാർക്ക്, ഇത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 15 മാർക്ക് മുതൽ 19 വരെ കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേഡാണ് ഡി പ്ലസ് ഗ്രേഡ്. ഇതിന് താഴെ ഡി പ്ലസ് ഗ്രേഡിന് താഴെ നിങ്ങൾക്ക് 10 മുതൽ 14 വരെ കിട്ടിയാൽ ഡി ഗ്രേഡും, 0 മുതൽ 9 വരെ കിട്ടിയാൽ ഇ ഗ്രേഡുമാണ് കിട്ടുക. നിങ്ങൾക്ക് ഈ ഒരു DO EO ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കും. നിങ്ങൾക്ക് മിനിമം ഡി പ്ലസ് എങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്കറിയാം 20 മാർക്ക് CE ഉൾപ്പെടെ 100 മാർക്കിലാണ് വരിക. അപ്പോൾ 100-ൽ നിങ്ങൾക്ക് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിയാലാണ് അത് എ പ്ലസ് ആവുക. അതുപോലെ തന്നെ 80 മുതൽ 89 വരെ മാർക്ക് കിട്ടിയാൽ എ ഗ്രേഡ്, 70 മുതൽ 79 വരെ മാർക്ക് കിട്ടിയാൽ ബി പ്ലസ് ഗ്രേഡ്, 60 മുതൽ 69 വരെ മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ്, 50 മുതൽ 59 വരെ മാർക്ക് കിട്ടിയാൽ സി പ്ലസ് ഗ്രേഡ്, അതുപോലെ 40 മുതൽ 49 വരെ കിട്ടിയാൽ സി ഗ്രേഡ്, അതുപോലെ 30 മുതൽ 39 വരെ മാർക്ക് കിട്ടിയാൽ ഡി പ്ലസ് ഗ്രേഡ്. അതുപോലെ തന്നെ ഈ ഒരു ഡി ഗ്രേഡോ ഇ ഗ്രേഡോ കിട്ടണമെങ്കിൽ ഡി ഗ്രേഡിന് 20 മുതൽ 29 വരെ മാർക്ക് കിട്ടിയാൽ ഡി ഗ്രേഡാണ് കിട്ടുക. അതുപോലെ തന്നെ 0 മുതൽ 19 വരെ കിട്ടിയാൽ ഇ ഗ്രേഡാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഡിയും ഇയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് കണക്കാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് CE ഉൾപ്പെടെയുള്ള മാർക്കാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള, അതായത് TE മാർക്കും ഇതിനോടൊപ്പം CE മാർക്കും കൂട്ടിയിട്ടാണ് ഒരു വിദ്യാർത്ഥി SSLC പരീക്ഷ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട് എങ്കിൽ ഈ ഒരു ഗ്രേസ് മാർക്കും ഇതോടൊപ്പം കൂട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കുക. നിങ്ങൾക്ക് SSLC പരീക്ഷയുടെ റിസൾട്ടിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ SSLC റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ ഗ്രേസ് മാർക്ക് ഒന്നും നിങ്ങൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ പ്രത്യേകിച്ച് അതിൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഗ്രേഡ്, അതായത് SSLCയുടെ റിസൾട്ടിൽ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ A പ്ലസ് ആണോ, A ആണോ, B പ്ലസ് ആണോ, B ആണോ എന്നുള്ളതാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു A പ്ലസ് മുതൽ നിങ്ങൾക്ക് D പ്ലസ് വരെ ഇതിന് ഇടയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ് പാസ്സാവും. അതുപോലെ SSLC പരീക്ഷ പാസ്സാവുന്നതാണ്. ഏതെങ്കിലും സബ്ജക്റ്റിന് നിങ്ങൾക്ക് D ഗ്രേഡോ ഇ ഗ്രേഡോ ആണ് കിട്ടിയതെങ്കിൽ SSLC പരീക്ഷ നിങ്ങൾ തോൽക്കുന്നതും, എന്നാൽ നിങ്ങൾക്ക് SSLCയുടെ സേ പരീക്ഷ ജൂൺ മാസത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു പരീക്ഷ എഴുതി നിങ്ങൾക്ക് ജയിക്കാവുന്നതും ആണ്. അപ്പോൾ ഈ ഒരു ജയിക്കുന്നതിനായിട്ട് ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുക ഏകദേശം മെയ് മാസം, അതായത് നാളെ ആണ് ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. അപ്പോൾ റിസൾട്ട് വന്ന് ഏകദേശം നിങ്ങൾക്ക് അതായത് മെയ് 9-ന് ശേഷം മെയ് 10-ാം തീയതി തൊട്ട് SSLC സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് ഒരു സബ്ജക്റ്റിന് 75 രൂപയാണ് ഫീസ് വരിക. അതുപോലെ 20 രൂപ സർട്ടിഫിക്കറ്റ് ഫീസാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീസ് അടച്ചുകൊണ്ട് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇങ്ങനെ സേ പരീക്ഷ ജൂൺ മാസത്തിൽ നടക്കും. ജൂലൈയിൽ റിസൾട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് +1 അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷയും വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതിനുള്ള അപേക്ഷയും ഏകദേശം മെയ് 10-ാം തീയതിയോടെ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.